പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയനാട്ടിലെ ദുരന്തം വിതച്ച ഭൂമിയിൽ മോഷ്ടാക്കൾ ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു വാർത്ത നമ്മൾ കേട്ടു. അവിടെ ദുരന്തം അനുഭവിച്ച മരിച്ചവരും മറ്റു ദുരിതം അനുഭവിക്കുന്നവരെയൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ചില മോഷ്ടാക്കൾ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ കേട്ട വാർത്ത. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര ഹീനമായ മനസ്സുള്ളവരാണ് ആയിരിക്കും അവർ എന്നുള്ളത്. എത്ര നീചവും നികൃഷ്ടവുമായി ചിന്തിക്കുന്നവരായിരിക്കും അത്തരത്തിലുള്ളവർ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം ദുരിതമനുഭവിച്ച് മരിച്ചവർ, ദുഃഖമനുഭവിക്കുന്നവർ, വീടും കുടുംബവും നഷ്ടപ്പെട്ടവർ, ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ള നൂറുകണക്കിന് ആളുകൾ ഉള്ള ഒരു പ്രദേശത്ത് പോയി അവിടെ നിന്ന് മോഷണം നടത്തണം എന്ന് ചിന്തിക്കുന്നവർ, അവർ എത്രത്തോളം നീചമായ മനസ്സിൻ്റെ ഉടമകളായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. സുഹൃത്തുക്കളെ, അവരുടെ കൂട്ടത്തിൽ, അങ്ങനെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന രണ്ട് മോഷ്ടാക്കളുടെ പേരുകളാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. സുഹൃത്തുക്കളെ, അവരെക്കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ് വയനാട്ടിൽ ഈ ദുരന്തം ഉണ്ടാവാനിടയായ സാഹചര്യം, അതിൻ്റെ കാരണങ്ങൾ, അത് നമ്മളൊന്ന് ഒരല്പം വിശദമായി സംസാരിക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. എന്നാൽ മാത്രമേ ഈ മോഷ്ടാക്കളെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയുമ്പോൾ ഈ വയനാട്ടിലെ ദുരന്തവും ഈ മോഷ്ടാക്കളുടെ പ്രവർത്തനവും തമ്മിൽ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയൂ. സുഹൃത്തുക്കളെ, വയനാടുണ്ടായ ദുരന്തത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് കാലാവസ്ഥയിലുള്ള മാറ്റമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവിടെ നിരന്തരമായി പെയ്തുകൊണ്ടിരുന്ന ഏതാണ്ട് ഒരു 5-6 മഴയുടെ പേരുകൾ പറയുന്നുണ്ട്. കുംഭമഴ, വെടവപ്പാതി, മേടമഴ എന്നൊക്കെ പറഞ്ഞിട്ട് പതിറ്റാണ്ടുകളായി പെയ്തുകൊണ്ടിരുന്ന മഴയുടെ ആ ഒരു കലണ്ടർ പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുകയും അവിടെ ഇപ്പോൾ അതിതീവ്ര മഴ, മേഘസ്ഫോടനം ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ടൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയുമാണ്, അതിൽ തർക്കമൊന്നുമില്ല. കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ വയനാട്ടിലെ ടെമ്പറേച്ചറിൽ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വളരെ ഈ പറഞ്ഞതുപോലെ നോർമലായി എല്ലാ മാസങ്ങളിലും പെയ്തുകൊണ്ടിരുന്ന മഴ, ആ മഴയുടെ സമയപരിധിയിൽ മാറ്റമുണ്ടാകുന്നു. മഴയുടെ അളവ് ചില സമയത്ത് കുറയുന്നു, ചില സമയത്ത് വലിയ തോതിൽ കൂടുന്നു എന്നുള്ള നിലയിൽ അവിടുത്തെ ആ ഒരു മൺസൂൺ കലണ്ടർ തന്നെ മൊത്തത്തിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. നോർമലായി എല്ലാ മാസങ്ങളിലും ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്ന മഴ മാറിയിട്ട് ചില സമയത്ത് അതിതീവ്രമായിട്ടുള്ള മഴ, ചില സ്ഥലങ്ങളിൽ കൂടുതൽ മഴ, ചില സ്ഥലങ്ങളിൽ കുറഞ്ഞ മഴ എന്നുള്ള നിലയിലേക്ക് അത് മാറിയിട്ടുണ്ട്. അത് യാതൊരു തർക്കവുമില്ല. അതിൻ്റെ കണക്കുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പെട്ടെന്ന് ഇത് പെയ്യുന്ന ഈ പറഞ്ഞതുപോലെ അതിതീവ്രമായിട്ടുള്ള മഴയുടെ കണക്കുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ആ മഴ പെയ്തപ്പോൾ ഇത്ര ഭീകരമായി അതിൻ്റെ പ്രത്യാഘാതമുണ്ടായത് മനുഷ്യൻ്റെ വിവേചനരഹിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് എന്നുള്ള കാര്യമാണ് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണം. മനുഷ്യൻ പതിറ്റാണ്ടുകളായി വയനാട്ടിൽ പല കാരണങ്ങൾ കൊണ്ട് നടത്തിയിട്ടുള്ള വിവേചനരഹിതമായിട്ടുള്ള ഇടപെടൽ, ആ ഇടപെടലിൻ്റെ ഭാഗമായി ഭൂമിയിലുണ്ടായിട്ടുള്ള മാറ്റം, ആ മാറ്റമാണ് യഥാർത്ഥത്തിൽ ഈ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടായ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്ക് ഇത്രയും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ കാരണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ വേറെ ചില വീഡിയോകളിലൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ഒന്ന്, വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വികസനം, വിവേചനരഹിതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വിവേചനരഹിതമായിട്ടുള്ള റിസോർട്ട് നിർമ്മാണം, വിവേചനരഹിതമായിട്ടുള്ള പാറമടകളുടെ ഉപയോഗം,
വിവേചനരഹിതമായിട്ടുള്ള റോഡ് നിർമ്മാണം, ഇതിൻ്റെയൊക്കെ ഭാഗമായി വലിയ തോതിൽ വൾണറബിളാണ് അവിടുത്തെ ഭൂമി എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ വൾണറബിലിറ്റി കൊണ്ടാണ് അവിടെ ഈ കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഭാഗമായി അതിതീവ്രമായിട്ടുള്ള മഴയുണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായി ഇത്രയും വലിയ ഉരുൾപൊട്ടലുണ്ടായതും ഇത്രയും വലിയ മണ്ണിടിച്ചിലുണ്ടായതും പ്രവണത വലിയ മണ്ണ് നീങ്ങിപ്പോകുന്ന പ്രവണതയുണ്ടായതും ഇത്രയും ആളുകളുടെ മരണത്തിലേക്ക് അത് എത്തിച്ചേർന്നതും. അതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകമായ വിഷയം. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പാരിസ്ഥിതികമായി ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിരിക്കുന്നു വയനാട് എന്നുള്ളത് നമ്മൾ കാണണം. ആ വൾണറബിൾ ആയിട്ടുള്ള പ്രദേശത്ത് വയനാടിൻ്റെ വൾണറബിലിറ്റി കൂടുതൽ കൂട്ടാനും വൾണറബിൾ ആയിട്ടുള്ള വയനാടിൻ്റെ നിലനിൽപ്പ് തന്നെ മൊത്തത്തിൽ അപകടത്തിലാക്കാനും പോകുന്ന ഇടപെടൽ നടത്തുന്നവരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി മോഷ്ടാക്കളുടെ ഒരു കാറ്റഗറിയിൽപ്പെടുത്തി നമ്മൾ പറയാൻ പോകുന്നു. അല്ലാതെ അവിടെ നടന്നിട്ട് അവിടുന്ന് പണം അടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ സ്വർണം അടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടിച്ചു മാറ്റുകയോ ചെയ്യുന്നവരെ അല്ല നമ്മൾ ഈ വീഡിയോയിൽ മോഷ്ടാക്കളായി പറയാൻ പോകും. നമ്മൾ ഈ വീഡിയോയിൽ മോഷ്ടാക്കളായി പറയാൻ പോകുന്നത് വളരെ വൾണറബിളായി നിൽക്കുന്ന വയനാടെന്ന് പറഞ്ഞ ആ ജില്ലയിൽ തീർത്തും മനുഷ്യത്വരഹിതമായ, പരിസ്ഥിതി വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ, നിശ്ചിത താല്പര്യത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്തി വയനാടിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി മോഷ്ടാക്കളായി നമ്മൾ പരിഗണിക്കാൻ പോകും. സുഹൃത്തുക്കളെ, അത് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ വയനാടിൻ്റെ അവസ്ഥ ഏതാനും വാക്കുകൾക്കുള്ളിൽ ഞാനൊന്ന് പറയാം. അതായത് വയനാടുള്ള ഹ്യൂം സെൻറ്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലൊരു പഠനമുണ്ട്. ആ പഠനത്തെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ സ്ഥാപനം 2020 നടത്തിയ ഒരു വിശദമായിട്ടൊരു ശാസ്ത്രീയ പഠനമുണ്ട്. ആ ശാസ്ത്രീയ പഠനത്തിൽ ഒരു ഭാഗത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പഠനഫലങ്ങൾ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലയെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവ ഉണ്ടാവാനുള്ള സാധ്യത അനുസരിച്ച് 3 മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. തീവ്ര സാധ്യതാ പ്രദേശങ്ങൾ, മിത സാധ്യതാ പ്രദേശങ്ങൾ, കുറഞ്ഞ സാധ്യതാ പ്രദേശങ്ങൾ എന്നിങ്ങനെ. വടക്ക് മുതൽ പടിഞ്ഞാറ്, തെക്കു ഭാഗത്തുള്ള പശ്ചിമഘട്ട മലമ്പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ഭാഗങ്ങളും ഒരു അതിതീവ്ര മഴയുണ്ടായാൽ വലിയ തോതിലുള്ള ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ആ പഠനത്തിൽ പറയുകയാണ്. കൂടാതെ ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മൂലം കൂടുതൽ പ്രദേശങ്ങൾ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളായി മാറിയിട്ടുണ്ട്. അതാണ്, ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മൂലം കൂടുതൽ പ്രദേശങ്ങൾ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളായി മാറിയിട്ടുണ്ട്. ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനുണ്ടാക്കിയ മാറ്റമാണല്ലോ, വിവേചനരഹിതമായിട്ടുണ്ടാക്കിയ മാറ്റം. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒന്ന്, വയനാടിൻ്റെ ഭൂവിസ്തൃതിയിൽ 21%, പ്രത്യേകിച്ച് കേട്ടോളണം, വയനാടിൻ്റെ ഭൂവിസ്തൃതിയിൽ 21%, അതായത് 449 ചതുരശ്ര കിലോമീറ്റർ അതിതീവ്ര മേഖലയിൽ പെടുമ്പോൾ, അതായത് വയനാടിൻ്റെ ഭൂവിസ്തീർണത്തിൻ്റെ 21%, അതായത് 449 ചതുരശ്ര കിലോമീറ്റർ അതിതീവ്ര ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മേഖല ആണെന്ന് ഉള്ളതാണ് ഒരു കണ്ടുപിടുത്തം. 2, വയനാടിൻ്റെ 49% പ്രദേശം 1043 ചതുരശ്ര കിലോമീറ്റർ ഈ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് മിതസാധ്യതാ മേഖലയും 30% പ്രദേശങ്ങൾ, അതായത് 640 ചതുരശ്ര കിലോമീറ്ററാണ് കുറഞ്ഞ സാധ്യത മേഖലയിലും ഉള്ളത്. അപ്പോൾ വയനാട് മൊത്തം 2000 ചില്ലാനം ചതുരശ്ര കിലോമീറ്ററാണുള്ളത്. അതിൽ ഏതാണ്ട് 70% പ്രദേശവും തീവ്ര മിതസാധ്യത മേഖലകളാണെന്ന് നമ്മൾ കാണണം. അതായത് വയനാടിൻ്റെ 2100 ചില്ലാനം ചതുരശ്ര കിലോമീറ്റർ പ്രദേശങ്ങളിൽ ഏതാണ്ട് 1500 ചതുരശ്ര കിലോമീറ്റർ പ്രദേശവും മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിതീവ്ര മിതസാധ്യത മേഖലകളാണ് സുഹൃത്തുക്കളെ. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുണ്ടായത് ഭൂവിനിയോഗത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് എന്നും ഈ പഠനം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഈ പറഞ്ഞതുപോലെ എക്കോളജിക്കലി ഫ്രജൈലും എക്കോളജിക്കലി സെൻസിബിളുമാണ് വയനാട് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയണം.
തൊട്ടാൽ ഇടിഞ്ഞു വീഴുന്ന നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന അത്രയേറെ പരിസ്ഥിതി ലോലമായ ഏതാണ്ട് ജില്ലയുടെ 75% സ്ഥലത്തും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഒരു ജില്ലയിൽ അവിടെ ഉരുൾപൊട്ടലുണ്ട്, ഒന്നിനു പുറകെ ഒന്നായിട്ട് പല ഉരുൾപൊട്ടലുണ്ടായി 250 ആളുകൾ മരിച്ച ഒരു സാഹചര്യത്തിൽ അവിടെ ഈ പറഞ്ഞതുപോലെ ടൗൺഷിപ്പ് വികസനമെന്നും ടൂറിസം വികസനമെന്നും പറഞ്ഞു വരുന്നവരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മോഷ്ടാക്കളുടെ പരിധിയിൽപ്പെടുത്തി നമ്മൾ പറയാൻ പോകും. അതിലൊരു പ്രധാനപ്പെട്ടയാൾ എന്ന് പറയുന്നത് ഒരു TV ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അയാളുടെ പേര് ആൻഡോ അഗസ്റ്റിൻ എന്നാണ്. അയാൾ വയനാട് ജില്ലയിലെ മുട്ടിൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് നടന്ന വലിയൊരു വനംകൊള്ളയിൽ 1-ാം പ്രതിയോ 2-ാം പ്രതിയോ ആണ്. ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഇപ്പോൾ വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? താൻ 150 ഏക്കർ സ്ഥലം വയനാടുള്ളത് സർക്കാരിന് വിട്ടുകൊടുക്കാൻ പോവാണ്. എന്തിന്? ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ആ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വന്നിട്ട് റിപ്പോർട്ടറായി അഭിനയിച്ച് ആ ദുരന്ത ഭൂമിയിൽ വന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും ആരോഗ്യ വകുപ്പ് വനം വകുപ്പ് മന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്ത് അവരൊക്കെ ആയിട്ട് അടുത്ത ബന്ധമൊക്കെ സ്ഥാപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള 150 ഏക്കർ സ്ഥലം അദ്ദേഹം സർക്കാരിന് വിട്ടുകൊടുത്തിട്ട് അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അയാളെയാണ് ഞാനൊരു മോഷ്ടാവായി ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും പരിസ്ഥിതി ലോലമായിട്ടുള്ള ഒരു ജില്ലയിൽ 150 ഏക്കർ സ്ഥലം അയാളുടെ കയ്യിലുണ്ട്. ആ ഇടപാട് എന്താണ്? അതിൽ ദുരൂഹതയുണ്ടോ? ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ? അവിടെയുള്ള നിസ്വരും ദരിദ്രരുമായിട്ടുള്ള ആദിവാസികൾ അവരധിവസിക്കുന്ന സ്ഥലമാണതൊക്കെ. അവിടുന്ന് 150 ഏക്കർ അയാൾ എടുത്തിട്ട് അയാളിപ്പോൾ സർക്കാരിന് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ട്രാൻസാക്ഷൻ അതിലുള്ള ദുരൂഹത അതിലൂടെ മാറിക്കിട്ടുകയാണ്. അതിനുശേഷം ആ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി സർക്കാരുമായി ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഒരുപക്ഷെ ടൗൺഷിപ്പ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയും അയാളിലേക്ക് വന്നുകൂടായില്ല നമുക്ക് പറയാൻ കഴിയുമോ? അയാൾ ആരാണ്? അയാൾ വനംകൊള്ള കേസിൽ പ്രതിയാണ്. അപ്പോൾ വനംകൊള്ള കേസിലെ പ്രതി ഈ ദുരന്തം ഒരു മറയാക്കിക്കൊണ്ട് തൻ്റെ കയ്യിലുള്ള ഭൂമി അത് അനധികൃതമാണോ അധികൃതമാണോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത് സർക്കാരുമായി അതിലൊരു ഇടപാട് നടത്തി അതിലൂടെ നേട്ടം ഉണ്ടാക്കാൻ അയാൾ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അയാളെ ഒരു മോഷ്ടാവ് എന്നുള്ള നിലയിൽ വിശാലാർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ആളുടെ പേരാണ് ബോബി ചെമ്മണ്ണൂർ. അയാളെക്കുറിച്ചിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അയാൾക്ക് 1000 ഏക്കർ സ്ഥലമാണുള്ള സുഹൃത്തുക്കളെ എവിടെ വയനാട്ടിൽ. എങ്ങനെയുള്ള വയനാട്ടിൽ? മൊത്തം വിസ്തൃതിയിൽ ഏതാണ്ട് 70% അതിതീവ്ര മിത സാധ്യതയുള്ള, അതായത് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും അതിതീവ്ര മിതതീവ്ര സാധ്യതയുള്ള ഒരു ജില്ലയിൽ 1000 ഏക്കർ സ്ഥലം അയാൾ വാങ്ങിയിരിക്കുകയാണ്. അത് സംബന്ധിച്ച് അനധികൃതമാണോ അല്ലേ എന്നുള്ളതൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനി നടക്കാനുണ്ട്. അദ്ദേഹം അത് വാങ്ങിയിട്ട് അവിടെ ടൂറിസം വികസനം നടത്തുകയാണ് അയാൾ. വയനാട്ടിൽ നിയമവിരുദ്ധമായും വിവേചനരഹിതമായും ടൂറിസം വികസനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും വലിയ പ്രത്യാഘാതത്തിലേക്ക് നമ്മൾ വയനാട്ടിൽ പോയത്. അവിടെ ഒരു നിയന്ത്രണവുമില്ലാതെയുള്ള ടൂറിസം വികസനം നടത്താൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ 1000 ഏക്കർ സ്ഥലത്തിൽ അയാൾ ചെയ്യാൻ പോകുന്നത്. അയാൾ അവിടെ ഉണ്ടാക്കുന്ന കോട്ടേജുകൾ, അയാൾ പറയുന്ന ഇന്ത്യാസ് ബിഗസ്റ്റ് റിസോർട്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ എന്നാണ് അയാൾ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അതിനൊന്നാം ഘട്ടം കഴിഞ്ഞതായിട്ട് അയാൾ പറയുന്നു. അവിടെ ഏതാണ്ട് 110 ടെൻറ്റുകൾ, അതുപോലെ തന്നെ 100 കണക്കിന് കോട്ടേജുകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അവിടെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ? വയനാട്ടിൽ അദ്ദേഹം വാങ്ങിയ ഈ സ്ഥലത്ത് ഒരു വർഷം 10,000 മുതൽ 20,000 വരെ ആളുകൾ വരുന്ന ഒരു ടൂറിസം കേന്ദ്രമാക്കി ഈ 1000 ഏക്കറിനെ മാറ്റാൻ പോവുകയാണ് ഈ ബോബി ചെമ്മണ്ണൂർ. ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് 21% അതിതീവ്ര ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള 1000 ഏക്കർ സ്ഥലത്ത്, 1000 ചതുരശ്ര കിലോമീറ്റർ, അതായത് 49% സ്ഥലത്തിൽ മിതസാധ്യതാ മേഖല, എന്തിന്? ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുള്ള, അതായത് മൊത്തം
ഉള്ള 2000 ചില്ലാനം ചതുരശ്ര കിലോമീറ്ററിൽ 1500 ചില്ലാനം ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ജില്ലയിൽ 1000 ഏക്കർ അനധികൃതമാതെയോ അല്ലാതെയോ കൈക്കലാക്കി അവിടെ ടൂറിസം വികസിപ്പിച്ച് അവിടെ 10,000 മുതൽ 20,000 വരെ ആളുകളെ ആകർഷിക്കാനുള്ള ടൂറിസം പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ. ഒന്ന് ആലോചിച്ച് നോക്ക്. 1000 ഏക്കർ സ്ഥലത്ത് 10,000 പേർ മുതൽ 20,000 പേര് വരെ. തൊട്ടാൽ ഇടിഞ്ഞു വീഴുന്ന നിലയിലാണ് ഇപ്പോൾ വയനാട് നിൽക്കുന്നത്. തൊട്ടാൽ ഇടിഞ്ഞു വീഴുന്ന നിലയിൽ. അവിടുത്തെ ഓരോ പഞ്ചായത്തിൻ്റെയും ഈ പറഞ്ഞതുപോലെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതകളുടെയൊക്കെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞെട്ടിപ്പോകും നമ്മളത് കണ്ടു കഴിഞ്ഞാൽ. ഏതാണ്ട് ഒരു ആറ്റം ബോംബിൻ്റെ മുകളിൽ ഇരിക്കുന്ന പോലാണ് നമ്മൾ വയനാട്ടിലിരിക്കുന്നത്. ആ വയനാട് ജില്ലയിൽ 1000 ഏക്കർ ഭൂമി ഇയാൾ വാങ്ങിച്ചിരിക്കും. ഇയാളുടെ ബിസിനസ്സൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ദുരൂഹതകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. അയാൾ അവിടെ 10,000 മുതൽ 20,000 വരെ ഏക്കർ 20,000 വരെ ആളുകളെ അവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വയനാട് പൊട്ടിത്തെറിച്ചു പോവുക എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഈ ബോബി ചെമ്മണ്ണൂരിനെയാണ് ഞാൻ മോട്ടാവിൻ്റെ കാറ്റഗറിയിൽ രണ്ടാമതായി, ആൻഡോ അഗസ്റ്റിന് ശേഷം രണ്ടാമതായി ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നിട്ട് അയാളിപ്പോൾ എന്താ ചെയ്യുന്നത്? അയാൾ പറയുന്നത് അതിൽ 200 ഏക്കർ സ്ഥലം ഒരു എയർപോർട്ട് ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിന് കൊടുക്കുന്നതാണ്. എങ്ങനെയുണ്ട്? വയനാട്ടിൽ ഇത്രയും ഇക്കോളജിക്കലി സെൻസിറ്റീവായ 2000 ചില്ലാനം ചതുരശ്ര കിലോമീറ്റർ ഉള്ള വയനാട്ടിൽ 1500 അധികം ചതുരശ്ര കിലോമീറ്ററിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ജില്ലയിൽ 200 ഏക്കർ സ്ഥലത്ത് ഒരു വിമാനത്താവളവും കൂടി വന്നാൽ ആ ജില്ലയുടെ അവസ്ഥ എന്താകുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ. അത് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇയാൾ, ബോബി ചെമ്മണ്ണൂർ എന്ന് വെച്ചിട്ടുള്ള ഇയാൾ. അതുകൊണ്ടാണ് അയാളെ ഞാൻ രണ്ടാമത്തെ മോട്ടാവിൻ്റെ കാറ്റഗറിയിൽ രണ്ടാമതായിട്ട് ഞാൻ ചേർക്കാൻ കാര്യം. എന്നിട്ട് വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വികസനം നടത്തി വയനാടിനെ ഇല്ലാതാക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഇയാൾ ഇപ്പം ഈ ദുരന്തം അവിടെ ഉണ്ടായപ്പോഴത്തേക്ക് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് സെൽഫി എടുക്കുക. എത്ര നികൃഷ്ടനായൊരു മനുഷ്യനാണ് ഇയാൾ. അവിടെ ചെന്ന് പട്ടാളക്കാരുടെ കൂടെ ഒന്ന് സെൽഫി എടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് റീലുകൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക. എന്നിട്ട് അയാൾ ഇന്നലെ പറയുകയാണ് ഞാൻ 100 വീട് വെച്ച് കൊടുക്കും. ആർക്ക്? ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക്. യഥാർത്ഥത്തിൽ വയനാടിനെ ഈ നിലയിൽ എത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളല്ല ഇയാൾ. വയനാടിനെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരാളല്ല ഇയാൾ. അയാൾ വന്നിട്ട് ഇപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ 100 വീട് വെച്ച് കൊടുക്കും. യഥാർത്ഥത്തിൽ വയനാടിനെ ഈ നിലയിൽ എത്തിച്ചതിൽ അയാൾ കൽപ്പബിളാണ്. അയാൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വയനാട് നടന്ന ദുരന്ത ഭൂമിയിൽ ദുരന്തബാധിതരെ ചൂഷണം ചെയ്യാനെത്തിയിരിക്കുന്ന 2 മോട്ടാക്കളിൽ ഒരാളാണ് ആൻഡോ അഗസ്റ്റിനും രണ്ടാമത്തെ ആളാണ് ബോബി ചെമ്മണ്ണൂരെന്നും നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.